അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ശരി. മദ്രസന്റെ റിപ്പയർ നടക്കാണ്. അവിടെ ഒന്ന് പോണം. ആ അതുകൊണ്ടാ നേരത്തെ ഇറങ്ങിയത്. ആ ഇരിക്കി. മൂസക്ക നാട്ടിലൊന്നും പോയില്ലേ? പോവാൻ പറ്റിയില്ല. അബു ആണെങ്കിൽ പണിക്ക് പോയാൽ വൈകുന്നേരമാവും വരാൻ. പിന്നെ ആമി ഒറ്റക്കല്ലേ ഇവിടെ കുടിയിലുള്ളൂ. ആ ഒന്ന് ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ചായ ഒന്നും വേണ്ടാട്ടാ. ഇന്ന് രാവിലെ അബു കുറച്ച് പൂട്ടമീൻ കൊണ്ടുവന്നു. കുട്ടിക്ക് അങ്ങോട്ട് കൊടുത്തേക്കാനൊട്ട് ഇല്ലേനും. എന്തിനപ്പോ അതൊക്കെ? ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? റബ്ബേ, എന്തിരുത്ത് വർത്തമാനായി കേക്കണത്? അനക്കതിന്റെ കഥ അറിഞ്ഞൂടാത്തോണ്ടാ. എന്റെ ചെറുപ്പത്തില് മേലേരിക്കാരെ അവിടുത്തെ രാജാക്കന്മാരായിരുന്നു. കേസ് കോടതി എന്നൊക്കെ പറഞ്ഞ മൂസാക്കാക്ക് ഒരു തരം ഭ്രാന്ത. അങ്ങനെ ഒക്കെ അങ്ങോട്ട് തൊലച്ച്. ഈ അബു ആരാന്ന് എനിക്കറിയോ? ഒരു എത്തീമാ. ചെറുപ്പത്തിലെങ്ങനെയോ മേലേരി വന്ന് പെട്ടതാ. സ്വന്തം നാടേതാ കുടിയേതാ ഒന്നും അവൻ അറിഞ്ഞൂടാ. ഞാൻ മുറുക്ക വന്നിട്ട് നല്ലൊരു മോള്. മേലേരി തറവാട്ടിൽ ഇന്ന് വരെ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല. അന്ന് എല്ലാവരും മൂസക്കാനെ പരിഹസിച്ച്, കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ. അന്ന് മൂസക്ക പിന്നെ വേറെ എന്ത് ചെയ്യാനാ? അതിനിപ്പോ എന്താ മൂസക്കാക്കൊരു ഇടങ്ങറെത്തിയിട്ടുള്ളത്? ആ ചെക്കിൽ എന്തുപോലെ ആ മോളെയും തന്തേനെയും നോക്കണം. ഇടങ്ങറത്തിന്നല്ല ഞാൻ പറയണത്. ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. നമ്മുടെ മുതലാളിക്കാണെങ്കിൽ മൂസക്കാനും മോളി വലിയ കാര്യ. ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാ പിന്നെ മൂസക്കായും മോളും കരിയറിലുണ്ടാവില്ല. പിന്നീട് അനക്കറിഞ്ഞൂടെ മുതലാളിയുടെ സ്ഥിതി? ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോണ ഒരു മൂപ്പറ്റാരാ. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ഇഷ്ടം പോലെ കെട്ടാനും തോന്നുമ്പോ മൊഴിചൊല്ലാനൊക്കെ ഇല്ലേ നിയമം? അതിനിപ്പോ വേറൊരുത്തന്റെ പെണ്ണിനെ തീർപ്പിച്ചിട്ടല്ലേ കെട്ടണമെന്നുണ്ടോ? മടല അനക്ക് ഞാൻ പറയണതായിട്ട് മനസ്സിലാവണില്ല. ഓളെ തീർത്താലും അബുന് വേറെ പെണ്ണ് കിട്ടൂലേ?
പിന്നെ ഓ മരിക്കണ വരെ മത്സരത്തിനുള്ളത് ഇത് കഴിഞ്ഞാൽ എന്തായാലും മുതലാളി കൊടുക്കുകയും ചെയ്യൂലേ? ആമിനാക്ക് ഇപ്പൊ ഇതില് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മുതലാളിക്കാണെങ്കിൽ ഒരേ ഒരു പെൺകുട്ടിയാ. ഈ കാര്യം നടന്ന് പടച്ചോന്റെ വേണ്ടുകൊണ്ടായിട്ട് അതിലൊരു ആൺകുട്ടിയെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ദുനിയാവൊക്കെ ഉള്ളിനല്ലേ? മൂസക്കാനോടും അബുവിനോടും ഞാൻ പറഞ്ഞോളാം. ഈ ആമീനെ വിട്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഓൾക്ക് മനസ്സിലാവും. മോള് കരയണ്ട, ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. ചുമ്മാ അടുത്തിരിക്ക്. മൂസക്ക അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്ത് പറയാനാ? ഉള്ളു തുറന്നൊന്ന് പറഞ്ഞേ. മുസ്ലിയാർ അഭിപ്രായം എന്താ? എനിക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ മൂസക്കാട് ഞാൻ വന്നത് പറയോ? പഠിച്ചോ നമ്മളെ രക്ഷിക്കട്ടെ. അള്ളാന്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ എന്താ പോയി ഒന്നും മുണ്ടാത്ത? വലിയ നിലയിൽ വളർന്നൊരു കുട്ടിയല്ലേ ആമിന. ഓള് ഈ തേങ്ങാക്കൂട്ടിലൊക്കെ കഴിയേണ്ട കുട്ടിയാണോ? ഓൾക്കിപ്പോ ഒരു മഹാഭാഗ്യം വന്നിരിക്കുകയാണ്. അതിനിപ്പോ നമ്മളെന്തിനാ തടസ്സം നിൽക്കണ്? മരണം വരെ മനുഷ്യത്തിനുള്ളത് അനക്ക് മുതലാളി തരും. അനക്ക് ഇതിലും നല്ല പെൺകുട്ടിയെ വേറെ കിട്ടൂലേ? ഞാൻ കെട്ടിച്ചേരാം. ഈ ആ മൊയ്തുട്ടി മുതലാളി തരണ കാശ് കൊണ്ട് നല്ലൊരു കച്ചവടം ചെയ്യും. അന്റെയും കഷ്ടപ്പാടൊക്കെ ഒന്ന് തീരട്ടെ. പിന്നെ മൂസാക്കാക്കും ആമിനാക്കും മോളെ ആമി, അന്റെ ഉമ്മ മരിക്കുമ്പോ എനിക്ക് 3 മാസമായിരുന്നു. ഉപ്പാന്റെ രക്ഷക്ക് വേണമെങ്കിൽ ഉപ്പാക്ക് വേറെ പെണ്ണ് കെട്ടായിരുന്നു. അപ്പൊ അത് ചെയ്തില്ല. മോള് വലുതായപ്പോ ഉപ്പാന്റെ സ്ഥിതി ഇങ്ങനെയായി. കാപ്പണത്തൂക്കം പൊന്നു കൊടുത്തിട്ട് എന്റെ മോളെ കെട്ടിക്കാൻ ഉപ്പാക്ക് കഴിഞ്ഞില്ല. ഉപ്പാന്റെ മോക്കൊരു നല്ല കാര്യം വരുമ്പോ ഉപ്പ തിരിഞ്ഞു നിക്കണം എന്നാ ഇയ്യ് പറയണത്. എന്താ മോനെ അനക്ക് പറ്റിയത്?
എത്ര നേരമായി ഈ ഇരിപ്പിരിക്കണ്. പോടാ പന്നി. അബോ അബോ, ഇക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ അന്റെ പ്രായമായിരുന്നു. നീക്ക് ആമിനാനെ ഞാൻ കൊണ്ടുപോവാ. യുദ്ധത്തിന്റെ 3 മാസമോളം അവിടെ നിൽക്കട്ടെ.
മറിയമ്പി, ഈ എന്തിനാപ്പോ ഇതിനിങ്ങനെ ബേജാറാവണം? ഞാൻ ഹലാലല്ലാത്തൊരു കാര്യമല്ലല്ലോ ചെയ്യണത്. ഇതുകൊണ്ടൊന്നും എന്നോടും മോളോടുള്ള സ്നേഹം ഒരിക്കലും കുറയാൻ പോണില്ല. എന്താ അങ്ങനെ വിചാരിക്കണ്ട?